ഇന്ന് നമുക്കിനി പനീർ മയോ ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് ചീസ് വേണം, ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തത് വേണം, ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഒരു 1/2 കപ്പ് സ്വീറ്റ് കോൺ വേണം, ഒരു 3/4 കപ്പ് പനീർ വേണം. പനീർ ചെറുതാക്കി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില വേണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസും വേണം. അപ്പോൾ ഇനി നമുക്ക് പനീർ മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളത് ഒരു പാൻ ഇവിടെ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു മതി. നമ്മൾ പനീറിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു നുള്ളു ഉപ്പേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സാൻഡ്വിച്ചിലേക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വെച്ച് കൊടുക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മിക്സും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതും നമുക്ക് റെഡിയാക്കാം.